പാലക്കാട്ടെ ബ്രൂവറി വിഷയം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണമായി കത്തുന്നു. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒരു വശത്ത്, എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് മറുവശത്ത്. ഡൽഹി മദ്യനയക്കേസും കർണാടക സ്പിരിറ്റ് ലോബിയും എല്ലാം കടന്നു വരുന്നതോടെ ബ്രൂവറിയിൽ പതഞ്ഞു പൊങ്ങുന്നത് രാഷ്ട്രീയമായി മാറി. ഞാൻ ആലോചിക്കണത് ആരെയെങ്കിലും വിളിച്ചാലോന്നാ. മുഴുവൻ സമയവും കൂടെ നിന്ന് നോക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ പരിചയത്തില്? എന്റെ ഒരു കേട്ടറിവ് വെച്ച് രണ്ടുപേരുണ്ട്. ആരാ അവരെ? വലിയ രാമൻ നായരും ചെറിയ രാമൻ നായരും മഹാപണ്ഡിതന്മാരാ. അവരുടെ സഹവാസം കിട്ടിയാൽ തന്നെ കൊച്ചു തമ്പുരാന്റെ സ്വഭാവത്തിന് അങ്ങേയറ്റം ഗുണം കിട്ടും. അവരെ കൊണ്ടുവരാം. ബ്രൂവറിക്ക് അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ആരോടും പറയാതെയും ചോദിക്കാതെയും തെളിവായി ക്യാബിനറ്റ് കുറിപ്പ് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. പഴയ ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു. അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവും. ആരാണ് കൂടുതൽ തവണ ആരോപിക്കുന്നത് എന്നത് ഞാൻ എണ്ണിയിട്ടില്ല. രണ്ടുപേരും മത്സരിച്ചാണല്ലോ. അതുകൊണ്ട് കുഴപ്പക്കാരൻ എത്ര വലിയ ശക്തനായാലും ശരി, അദ്ദേഹത്തെ ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. അതിനുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാ ഞങ്ങൾ. അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ 16-ാം തീയതി ഈ ഉത്തരവ് ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഇന്ന് 29, 13 ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്നൊരു കാര്യമാണ്. അത് നാട്ടുകാർ അറിയണ്ടേ? ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അറിയുന്നു അല്ലേ? വെബ്സൈറ്റിൽ കിടന്ന എത്ര പേര് കാണും? അപ്പം മൊത്തം ദുരൂഹതയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്ലാന്റുമായി മുന്നോട്ട് പോയാൽ അത് പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തോ ഇതിൽ ആരാ വലിയ രാമൻ നായർ, ആരാ ചെറുത്? ഞാനാ വലിയ രാമൻ നായർ, ഇത് ചെറിയ രാമൻ നായർ. ഒറ്റ കമ്പനി മാത്രം അറിഞ്ഞു നയം മാറിയത്, വേറെ ആരും അറിഞ്ഞില്ല. ഇങ്ങനെ കൂസലില്ലാതെ കള്ളം പറയാം. അതൊരിക്കൽ പൊളിഞ്ഞാലെങ്കിലും ഒരല്പം ജാള്യം ഉണ്ടാവണ്ടേ? ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് മാറിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല. അല്ലേ ചെറിയ രാമൻ നായർ? അതെ, വലിയ രാമൻ നായർ. മന്ത്രിസഭാ തീരുമാനം എടുത്തത് വഴി വൻ അഴിമതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇവർക്കൊരു ഇത്തിരി വെള്ളം മതി എന്നാണ്. മഴക്കാലത്ത് ഇതേ അളവിൽ വെള്ളം ആവശ്യമായിട്ട് വരില്ല. തന്നെയുമല്ല, മഴ നിഴൽ പ്രദേശമാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര വെള്ളം അവിടെ കിട്ടില്ല. എൻ്റെ കണക്കുണ്ട്. കാരണം അവിടെ 2000 മില്ലിമീറ്റർ മഴയുള്ളൂ. ബാക്കിയുള്ള കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴയുണ്ട്. അപ്പോൾ മഴ ഓരോ ദിവസം ഓരോ വർഷം കഴിയുന്നതോറും കുറയുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചെറിയ രാമൻ നായരെ, തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ, തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുക ഞാനാ, താനല്ല. നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല. ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്വമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ജന്മത്ത് പറ്റില്ല മോനെ. ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര, രണ്ടാമത് വരുന്നത് കർണാടക. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. അല്ലെന്ന് കർണാടകയിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഡിസ്റ്റിലറികളതിന് അവിടെ നിന്ന് തന്നെ മേടിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. മഹാരാഷ്ട്രയിൽ നിന്ന് മേടിച്ചോ. കർണാടകയുടെ രക്ഷാകർതൃത്വത്തിലാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ കഴിയുന്നത്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ കർണാടകത്തിലോ മഹാരാഷ്ട്രയിലോ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങുന്നത് അതൊക്കെ നിർത്ത്. ഇപ്പൊ രാജേഷ് വിചാരിച്ചാൽ നിർത്താമല്ലോ, ഇന്ന് തന്നെ നിർത്ത്. വല്യരാമൻ നായർ എപ്പോഴും. മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? പാർട്ടിയുടെ AICCയുടെ ഭാരവാഹി എന്ന നിലയിൽ മിക്കവാറും സംസ്ഥാനങ്ങളുമായിട്ട് എനിക്ക് ചാർജ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് മദ്യക്കമ്പനിക്കാരോട് സംസാരിക്കാനല്ല ഞാൻ പോകുന്നത്. ഞാൻ എൻ്റെ പാർട്ടിയുടെ കാര്യം സംസാരിക്കാനാണ്. നടത്തിയെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത്? ഇതൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ദുരാരോപണോ അല്ലേ വലിയ രാമൻ നായർ? അതെ, ചെറിയ രാമൻ നായർ. CPIക്കും JDSനും പിന്നാലെ LDF ഘടകകക്ഷിയായ RJDക്കും അസംതൃപ്തിയുണ്ട്. മന്ത്രി ഇല്ലാത്തതിനാൽ ക്യാബിനറ്റിൽ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. മുന്നണിയിലെങ്കിലും ചർച്ച ചെയ്യാത്തതിലാണ് RJDയുടെ പരാതി. ഞങ്ങളെ മാത്രമല്ല, ഘടകകക്ഷികളെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ആളാണ്. CPI, RJD, ജനതാദൾ എല്ലാവരും പ്രശ്നമാണ്. പക്ഷേ അതിനിടയ്ക്ക് ആ പിള്ള കയറി അങ്ങോട്ടേക്ക്. പക്ഷേ ഈ എക്സൈസ് പോളിസി LDFിൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും
മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല. വലിയ പാട് തന്നെയായി മുന്നണി സംവിധാനം. ഇപ്പൊ ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിയും ചേർന്ന് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇനി ഘടകകക്ഷികളെ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. അവർക്ക് ഇക്കാര്യങ്ങളിലെല്ലാം വിശ്വാസം വരും. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. ക്യാബിനറ്റിൽ ബ്രൂവറിക്ക് CPI-യും കൈപൊക്കിയിട്ടുണ്ടാകുമല്ലോ. എന്നിട്ടും RSP നേതാവ് NK പ്രേമചന്ദ്രന് CPI-യുടെ മനസ്സറിയണം. CPI വികസന പക്ഷത്തോ കുടിവെള്ള പക്ഷത്തോ? പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ പേരുകേട്ട ബിനോയ് വിശ്വം മറുഭാഗത്ത് ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കൗതുകത്തോടു കൂടിയാണ് കേരളം ഉറ്റുനോക്കുന്നത്. കുട്ടിച്ചാച്ചെന്ന് ചോദിക്ക്. ചേട്ടാ ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. ഞങ്ങള് വികസന വിരുദ്ധരല്ല, വികസനം വേണം. എന്നാൽ ഏത് വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ല. അതായത് കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാവൂ, ഏത് വികസനമായാലും. ഇപ്പൊ മനസ്സിലായോ? ലളിതമായിട്ടൊക്കെ പറഞ്ഞാലെന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള അഭിപ്രായം പാർട്ടിയുടെ സെക്രട്ടറി പറയും. അപ്പൊ കേട്ടാ മതി. ഇവിടെ ഉണ്ട്, അവരെല്ലാവരും ഇവിടെ ഉണ്ട്. ചേടാ, ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത ഒരു വൈസ് പ്രസിഡന്റും ഒരു പ്രസിഡന്റും. ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. കുടിവെള്ളവും കൃഷിവെള്ളവും കഴിഞ്ഞു മതി വെള്ളമടി എന്നാണ് CPI-യുടെ അഭിപ്രായം. ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകുമോ? ഞങ്ങൾ ക്യാബിനറ്റിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങളൊരു അസിസ്റ്റൻസ് ഇല്ലാതാവില്ലേ? അല്ല, അവർക്ക് അവരാരും പരസ്യമായിട്ട് ഞങ്ങൾക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിലല്ല ഏത് കാര്യത്തിലും. അപ്പം അതുകൊണ്ട് അഭിപ്രായങ്ങൾ പാർട്ടി പറയേണ്ട അഭിപ്രായങ്ങൾ പാർട്ടി. NK പ്രേമചന്ദ്രൻ എത്ര ചോദിച്ചിട്ടും CPI വ്യക്തമായൊന്നും പറയുന്നില്ല. മന്ത്രി സർക്കാരിൻ്റെതെന്നും സെക്രട്ടറി പാർട്ടിയുടേതെന്നും പറയുന്ന ഒരു നിലപാട് CPI-ക്കുണ്ട്. അതൊക്കെ നമുക്ക് ആലോചിക്കല്ലോ. ഡോണ്ട് ബി ഇൻ എ ഹറി. അല്ല, അങ്ങനെയില്ലല്ലോ. മന്ത്രി എന്ന നിലയിൽ പാർട്ടിക്ക് അഭിപ്രായമുണ്ട്. പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി. എന്നാൽ ഏത് വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകാൻ പാടില്ല.